പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? സമസ്ത സംഘടന മാത്രമാണ് ഉണ്ടാക്കിയത്, ആശയം ഉണ്ടാക്കിയില്ല. കാരണം ആശയം 1400 വർഷം മുമ്പ് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാനായ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീനാ. അവിടെ പൂർത്തീകരിച്ച ദീൻ, ആ ദീനിനെ പിന്നെ പ്രവാചകന് ശേഷം കൊണ്ടു നടക്കേണ്ടത് ആരാണെന്ന് കൂടി പറഞ്ഞിട്ടാണ് പ്രവാചകൻ പോയത്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. എന്താണ് അനന്തരമെടുത്തത്? യൂസുഫ് നബിയുടെ കൊട്ടാരമോ സുലൈമാൻ നബിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളോ ദാവൂദ് നബിയുടെ പടയാളികളെയോ അവർ അനന്തരമെടുത്തിട്ടില്ല. അവർ അനന്തരമെടുത്തത് ഈ പ്രവാചകന്മാരെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി, അത് ദഅവത്താണ്. അതാണ് അവർ അനന്തരമെടുത്തത്. ആ ഡ്യൂട്ടി നിർവഹിക്കാൻ പടച്ച ഖാലിഖായ റബ്ബ് കൊടുത്ത ഹിക്മത്ത് ഇൽമ് എന്ന ആയുധം, അതിനെയാണ് അവർ അനന്തരമെടുത്തത്. അവർക്ക് കൊടുത്ത മൗജിദത്തിന് പകരം ഇവർക്ക് കൊടുത്ത കറാമത്ത്, അതിനെയാണ് അവർ അനന്തരമെടുത്തത്. ആ അനന്തര സ്വത്തുമായി പ്രഥമമായി നൂറ്റാണ്ടുകളിലൂടെ വിവിധ ഭൂമികളിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഋജുവായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതാത് നാട്ടിൽ എന്ത് രീതിയാണോ സ്വീകരിക്കേണ്ടത് അതാത് രീതികൾ സ്വീകരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു 100 വർഷം കഴിഞ്ഞ് 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഏതൊരു സംഘടനയുടെ മുന്നിലും നമുക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത്? 2, ആരാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്? 3, ആരാണ് പിന്നീട് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവരുന്നത്? 4, എന്താണ് ഈ പ്രസ്ഥാനം ഈ സമൂഹത്തിന് മുമ്പിൽ വെച്ച ആശയാദർശങ്ങൾ? 5, ഈ പ്രസ്ഥാനം 100 വർഷമായിട്ട് എന്താണ് ഈ ഉമ്മത്തിന് നൽകിയത്? ഈ 5 ചോദ്യങ്ങളും പ്രസക്തമാണ്. ഈ പ്രസക്തമായ 5 ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ നൽകുമ്പോഴാണ് എന്തുകൊണ്ടാണ് അജയ്യമായി ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പ്രസ്ഥാനത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ അസ്ഹാബും ഏത് മാർഗത്തിലാണോ അതേ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്. അവരാണ് സിറാത്തുൽ മുസ്തഖീം. അതാണ് സിറാത്തുൽ മുസ്തഖീം. ഞാനും എന്റെ അസ്ഹാബും ആ പോയ വഴി പിഴക്കാതെ പോകുന്നതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഞാൻ എന്നല്ല, മാത്രമല്ല ഞാനും എന്റെ അസ്ഹാബും. അതെന്തുകൊണ്ടാണ്? തനിക്കു ശേഷം കാലഘട്ടം മാറി വരുമ്പോൾ, സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ, നിങ്ങൾക്ക് സംശയങ്ങൾ ഉദിക്കുമ്പോൾ എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളെ നിങ്ങൾ നോക്കുക. ആ ഖുലഫാഉർ റാഷിദീങ്ങളെ നിങ്ങൾ മാതൃകയാക്കുക. നിങ്ങൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്താൻ സാഹിബ് എത്തിയിട്ടുണ്ട്, എന്നെ സമയം അവസാനിപ്പിച്ചിട്ടുണ്ട്, വഖഫിലെത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നിർത്താം. അതുകൊണ്ട് ആ വഴി ഏത് കാലത്തും ഏത് രാജ്യത്തും ഏത് സംസ്ഥാനത്തും ഏത് സാഹചര്യത്തിലും പട്ടാള ഭരണമുടൽ നടത്തും, ജനാധിപത്യം നടത്തും, അതുപോലെ ഖിലാഫത്തും നടത്തും. ഒരുപോലെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഫ്ലെക്സിബിളായ എന്നാൽ വെള്ളം ചേർക്കപ്പെടാത്ത പരിശുദ്ധമായ ദീനാണ് പിന്നീട് അറേബ്യയിൽ നിന്ന് അന്ന് ആഫ്രിക്കയിലേക്കും അന്ന് സ്പെയിനിലേക്കും അന്ന് അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും അതുപോലെ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ പ്രചരിക്കപ്പെട്ടത് ഈ പരിശുദ്ധമായ ദീനാണ്. ഈ ദീൻ എങ്ങനെ നിലനിൽക്കണം? വെള്ളം ചുരുക്കപ്പെടാതെ നിലനിൽക്കണം. 1920 വരെ മഹാന്മാരായ മഹ്ദൂമന്മാരും നമ്രം തങ്ങളും അതുപോലെ തന്നെ വെളിങ്കൂർ ഉമർ ഖാദിയും ഒക്കെ കൊണ്ടുനടന്ന ആ പൈതമായ ദീൻ. പക്ഷേ 20കൾക്ക് ശേഷം മറ്റു പലയിടങ്ങളിലും കണ്ട അപശബ്ദങ്ങൾ നമ്മുടെ നാട്ടിലേക്കും കടന്നു വന്നു. വല്യപ്പ ചെയ്തത് ശരിയല്ല, വല്യമ്മ കാഫിറാണ്. അതുപോലെ അവരുടെ ഉപ്പമാർ അവരുടെ ഉമ്മമാർ നൂറ്റാണ്ടുകളായി ജീവിച്ചവരെ മുഴുവനും കാഫിറാക്കുന്ന ആശയാദർശങ്ങളുമായി അവർ വന്നപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, അരുത്, ഇത് അപകടമാണ്, ഇത് തീവ്ര ചിന്താഗതിയാണ്. പക്ഷേ ചർച്ചയ്ക്ക് കൂട്ടാക്കിയില്ല, അവർ ഒതുങ്ങിയില്ല, അവർ ഒന്നിനും മുന്നോടുത്തില്ല. അവസാനം മഹാന്മാരായ പണ്ഡിതന്മാർ കണ്ടെത്തിയ ഉത്തരമാണ് ഒരു ജംഇയ്യത്ത് അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം മുന്നോട്ട് പോയി. എന്തായാലും ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ഈ പ്രസ്ഥാനത്തിന് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാകാം, ഈ പ്രസ്ഥാനത്തിന് സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകാം, ഈ പ്രസ്ഥാനത്തിന് അറബി കോളേജുകൾ ഉണ്ടാകാം, ഈ പ്രസ്ഥാനത്തിന് അമ്പല ചുംബികളായ ഓഫീസ് സംവിധാനങ്ങൾ ഉണ്ടാകാം. പക്ഷേ എന്തുണ്ടായാലും ഈ പ്രസ്ഥാനത്തിന്റെ ആത്യന്തികമായ പരമപ്രധാനമായ ലക്ഷ്യം സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കലാണ്. സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിന് കൂടിയാണ്. ഇവിടെ പോലെയുള്ള സമസ്തയുടെ കീഴടങ്ങൾ എഞ്ചിനീയർമാരെയും അതുപോലെ തന്നെ എൽഎൽബിക്കാരെയും മറ്റനേകം ഉദ്യോഗാർത്ഥികളെയും ഉണ്ടാക്കാൻ പണിയെടുക്കുമ്പോഴും അതിനെയും നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ മുകളിലാണ്. സുന്നത്ത് ജമാഅത്തിനെ മാറ്റി നിർത്തിയിട്ട് ഒരു മതസൗഹാർദ്ദമോ സാംസ്കാരികതയോ അതല്ലെങ്കിൽ മറ്റനേകം വിദ്യാഭ്യാസ പുരോഗതിയോ സമസ്ത ആഗ്രഹിക്കുന്നില്ല. അത് സമസ്തയുടെ ലക്ഷ്യവും അല്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിപ്പെടുത്തലാണ് സമസ്തയുടെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് ഈ സന്ദേശം വീണ്ടും വീണ്ടും സമസ്ത വിളിച്ചുകൊണ്ടുള്ളതാണ്.
അതുകൊണ്ട് ആദരവിനെയും ആരാധനയെയും ഒരുപോലെ പ്രാധാന്യത്തോടെ സമർപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അല്ലാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം ബഹുമാനിക്കേണ്ടവരെ ആദരിക്കണമെന്ന് പഠിപ്പിച്ചത് ഇബ്രാഹിം മഖാമിന്റെ മുൻപിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞത് ഇബ്രാഹിം നബിക്ക് വേണ്ടിയല്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ആ സ്ഥലം തെരഞ്ഞെടുത്തത് ഇബ്രാഹിം നബിയോടുള്ള ആദരവാണ്. ആദരവിനെയും ആരാധനയെയും കൂട്ടിക്കുറച്ച് വസ്വാസ് ഉണ്ടാക്കിയതാണ് ഇന്നാട്ടിലെ വിദ്യാർത്ഥികാരൻ ചെയ്ത ഏറ്റവും വലിയ പാതകം. ആ പാതകത്തിന് തടയിടാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലകൊണ്ടത്, ഇപ്പോഴും നിലകൊണ്ടുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് സയ്യിദന്മാരെ ബഹുമാനിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചു. മഹാന്മാരെ പിന്തുടരാൻ, ഇമാമുമാരെ പിന്തുടരാൻ, അവരെ ബഹുമാനിക്കാൻ, മഹാന്മാർക്ക് വേണ്ടി ഫാത്തിഹ ഓതാൻ, അവരെ തവസ്സുലാക്കി ദുആ ചെയ്യാൻ, ബദരീകളെ തവസ്സുലാക്കാൻ ഇത് പഠിപ്പിച്ചതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 100 നൂറ്റാണ്ടുകാലം ചെയ്ത പുരോഗതി മറ്റുള്ളതെല്ലാം അതിന്റെ അപ്പുറത്താണ്. അതുകൊണ്ട് ഇവിടെ സയ്യിദന്മാരില്ല, അങ്ങനെ ഒരു വർഗമില്ല, അവരൊക്കെ കർബലയിൽ മരിച്ചുപോയി, അങ്ങനെ ഒരു ജാതികത ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കവലാന്തരം സയ്യിദന്മാരെന്ന വർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വഹാബികൾ പ്രസംഗിച്ചു നടന്ന കാലത്ത് അതല്ല, അത് ഹബീബിന്റെ കുടുംബമാണ്. അവർ നമ്മുടെ നേതൃത്വത്തിൽ നിൽക്കേണ്ടവരാണ്, അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. പ്രസവിച്ചുകയാണ് പിഞ്ചു കുഞ്ഞിനെ പോലും സയ്യിദ് തറവാട്ടിലെ കുട്ടിയെ നിങ്ങളെന്ന് അഭിസംബോധനം ചെയ്യാൻ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളത്. അതുകൊണ്ട് സയ്യിദന്മാർ സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ സയ്യിദന്മാരെ ബഹുമാനിക്കേണ്ടതിന്റെ ടൂസ് ലഭിക്കാൻ സമസ്തയുടെ പ്രവർത്തകർക്ക് വരുന്നവർ ആലോചിക്കണം. ഇന്ന് പലപ്പോഴും അധികാരത്തിന് വേണ്ടി സാഹചര്യങ്ങൾക്കനുസരിച്ച് സയ്യിദന്മാരുടെ മൗലികൾ പാടി വരുന്നവർ ഒരു കാലത്ത് കവലാന്തരം സയ്യിദന്മാരെന്ന വർഗം എന്ന് പ്രസംഗിച്ചു നടന്നവരാണ്. ഇന്നും അവർക്ക് കിട്ടേണ്ട അധികാരം കിട്ടിയില്ലെങ്കിൽ നാളെ അവർ ആ സയ്യിദന്മാരെ തള്ളിപ്പറയുന്നവരുമാണ്. കാരണം അവരുടെ ലക്ഷ്യം ബഹുമാനത്തിന്റെ ലക്ഷ്യം ദുനിയാവാണ്, അല്ലെങ്കിൽ അധികാരമാണ്. എന്നാൽ സമസ്തയുടെ പ്രവർത്തകർ സയ്യിദന്മാരോടുള്ള ബഹുമാനത്തിന്റെ തേജോവികാരം അവരുടെ ആത്മീയതയാണ്. അതവർക്ക് സ്ഥാനമില്ലെങ്കിലും, അതവർക്ക് രാഷ്ട്രീയ സ്ഥാനമില്ലെങ്കിലും, അവർക്ക് മുസാവറിയ സ്ഥാനമില്ലെങ്കിലും, അല്ലെങ്കിൽ നാട്ടിൽ അവർക്ക് മഹല്ല് കമ്മിറ്റിയിൽ സ്ഥാനമില്ലെങ്കിലും സയ്യിദാണ്. അവനെ പിടിച്ച് മുന്നിലിരുത്താൻ, അല്ലെങ്കിൽ മുന്നിൽ നടത്താനുള്ള ബോധം ഈ സമസ്തയുടെ ആലിമ്യങ്ങൾ നമുക്ക് നൽകിയതാണ്. അത് ഇനിയും അങ്ങനെ തന്നെ തുടരണം. നൂറ്റാണ്ടുകളിലൂടെ ഈ പൈതൃകം ഉയരണം എന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നത്. അത് മനസ്സിലാക്കി ഉറച്ചു നിൽക്കുക. ഇവിടുത്തെ പൊതുസമൂഹത്തോട് നമുക്ക് പറയാനുള്ളത് സമസ്തയെ ശക്തിപ്പെടുത്തുക. അതെന്തിനാണ് പൊതുസമൂഹത്തോട് സമസ്തയെ ശക്തിപ്പെടുത്താൻ പറയുന്നത്? അഥവാ ഈ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് അച്ചടക്കമുള്ള ഒരു തലമുറയായി ഉമ്മത്ത് വളരുന്നത് ഈ സമസ്തയുടെ കീഴിലാണ്. അല്ല എന്നുവെങ്കിൽ തീവ്രവാദവും ഉഗ്രവാദവും പറയുന്ന ഈ രാജ്യത്തിന് പൊറുതികേടുണ്ടാക്കുന്ന ഒരു തലമുറയായി ഈ തലമുറ മാറുമായിരുന്നു. അങ്ങനത്തെ ഒരു തലമുറയെ മധ്യമ നിലപാടുള്ള സുന്നത്ത് ജമാഅത്തിൽ വെള്ളം ചേർക്കാത്ത സാമുദായിക സൗഹാർദ്ദത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഉമ്മത്തായി പാണക്കാട്ടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുദ്ദീനും ഫുഖായത്തങ്ങളും സയ്യിദ് ഐദ് അലി ശിഹാബുദ്ദീനും ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും വളർത്തിക്കൊണ്ടുവന്നത് സുന്നത്ത് ജമാഅത്തിൽ വെള്ളം ചേർത്തിയിട്ടല്ല. ഇവിടെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ സുന്നത്ത് ജമാഅത്തിൽ വെള്ളം ചേർക്കേണ്ടതില്ല. കാരണം സുന്നത്ത് ജമാഅത്ത് സാമുദായിക സൗഹാർദ്ദത്തിനെതിരല്ല. ഇവിടെ ഭൗതികമായ പുരോഗതി ഉണ്ടാക്കാൻ സുന്നത്ത് ജമാഅത്തിൽ വെള്ളം ചേർക്കേണ്ടതില്ല. കാരണം സുന്നത്ത് ജമാഅത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരല്ല. സമന്വയ വിദ്യാഭ്യാസം വളർത്താൻ ഇവിടെ സുന്നത്ത് ജമാഅത്തിൽ വെള്ളം ചേർക്കേണ്ടതില്ല. കാരണം സുന്നത്ത് ജമാഅത്ത് സമന്വയ വിദ്യാഭ്യാസത്തിന് എതിരല്ല. ഇങ്ങനെ ഒന്നിനും എതിരല്ലാത്ത ഒരു വ്യവസ്ഥയോടെ എല്ലാം ചേർത്ത് പിടിച്ചിട്ടാണ് പാണക്കാട്ട് സയ്യിദന്മാരും ആലിമീങ്ങളും ഇവിടെ സാമുദായിക സൗഹാർദ്ദത്തോടെ ജീവിച്ചത്. അതിരിയും അങ്ങനെ തന്നെ തുടരട്ടെ. നമ്മുടെ സയ്യിദന്മാരെ തെരുവിൽ കുത്തിവലിക്കാൻ, സോഷ്യൽ മീഡിയയിൽ കുത്തിവലിക്കാൻ ഇട്ടുകൊടുക്കരുത് എന്ന് പറയുമ്പോൾ അവർ സയ്യിദന്മാരെ അവഗണിക്കലായി ചിത്രീകരിക്കുന്ന പുതിയ ലോകത്ത് ഈ സയ്യിദന്മാരെ ബഹുമാനിക്കാനും ആലിമീങ്ങളെ ബഹുമാനിക്കാനും സമസ്തയുടെ മക്കൾക്ക് നല്ലോണം അറിയാം എന്ന സന്ദേശം മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് സത്താർ സാഹിബ് നമ്മോട് വിശദമായി സംസാരിക്കും. അദ്ദേഹത്തിന് വേണ്ടി വഴിമാറുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.